വെൽക്കം. തായ്മാനാണ്. റെസ്പിറേറ്ററി സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഈ വീഡിയോ സീരീസിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം റെസ്പിറേഷന്റെ കൺസെപ്റ്റിനെ പറ്റി ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങും. ദെൻ പിന്നീട് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി സെല്ലുകളുണ്ട്. ഇവയ്ക്ക് എല്ലാത്തിനും വിവിധതരം മെറ്റബോളിക് ആവശ്യങ്ങളുണ്ട്. ഉപാപചയ പ്രക്രിയകൾ എന്നാണ് മലയാളത്തിൽ പറയാം. ഇതിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഇതിന് എന്ത് വേണം? ഇതിന് ഓക്സിജൻ വേണം. ഓക്സിജൻ കിട്ടിയേ തീരും. ഈ ഓക്സിജൻ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഓക്സിജൻ പുറത്തുനിന്ന് എടുക്കണം. ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് അല്ലെങ്കിൽ രക്തത്തിലേക്ക് എത്തിച്ച് കോശങ്ങളിലേക്ക് വിതരണം ചെയ്യണം. അന്തരീക്ഷത്തിൽ നിന്ന് രക്തത്തിലെത്തിക്കുന്ന പണിയാണ് നമുക്ക് ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മേജർ പണി എന്ന് പറയാം. അങ്ങനെ ഉണ്ടാക്കിയ എല്ലാ കോശങ്ങളിലും എത്തിക്കഴിയുമ്പോൾ വേസ്റ്റ് ഉണ്ടാകും. വേസ്റ്റ് പ്രൊഡക്ട്സിലെ പ്രധാനം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് പുറന്തള്ളുകയും വേണം. ഇതിനും റെസ്പിറേറ്ററി സിസ്റ്റം വേണം. കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ എത്തിക്കൽ, ഓക്സിജൻ ലങ്സിൽ നിന്ന് ബ്ലഡിലൂടെ സെല്ലുകളിൽ എത്തിക്കൽ, ഇതെല്ലാം ബ്ലഡിന്റെ പണിയാണ്. അതിന് സർക്കുലേറ്ററി സിസ്റ്റം വേണം. റെസ്പിറേറ്ററി സിസ്റ്റം ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പില്ല. റെസ്പിറേറ്ററി സിസ്റ്റം അലോങ് വിത്ത് സർക്കുലേറ്ററി സിസ്റ്റം, എസ്പെഷ്യലി വിത്ത് ദ RBC, റെഡ് ബ്ലഡ് സെൽസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം, ഇത് രണ്ടും കൂടി ചേർന്നിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടത്തുക. ഓക്സിജൻ എടുക്കലും കാർബൺ ഡൈ ഓക്സൈഡും കളയലും, ഈ രണ്ട് പണി ചെയ്യാനായിട്ട് ഒരു പറ്റംസ് ഓർഗൻ, ഡിഫറെന്റ് ഓർഗൻസ് ഒരുമിച്ച് ചേർന്നാൽ അതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയാം. നമ്മൾ സാധാരണ ഒരു മിനിറ്റിൽ എത്ര തവണയാണ്? നമ്മൾ 12 to 16 തവണയാണ് നമ്മൾ ശ്വാസം പിടിക്കുക പെർ മിനിറ്റ്. ഒരു മിനിറ്റിലെ കാര്യമാണ്. ശ്വാസം എടുക്കുകയും നിശ്വസിക്കുകയും ചെയ്യും. ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ എന്നാണ് അതിന് പറയാം. നമ്മുടെ സെൽസിന് ഓക്സിജൻ ഡിമാൻഡ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന്റെ എണ്ണം കൂട്ടുകയും ചെയ്യും. നമ്മൾ ഓടുകയാണ് അല്ലെ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് കൂടുതലായിട്ട് ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്വാസം വലിക്കലും കൂടുതലാകും. സാധാരണ കുട്ടികളിൽ, ജനിക്കുന്ന ഉടനെയുള്ള കുട്ടികളിൽ 30 to 60 പെർ മിനിറ്റ് ആണ് അവരുടെ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്കും അത് 20 to 40 ആകും. ഒരു ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 15 to 25. അഡൽട്സ് ആകുമ്പോൾ അത്രയില്ല, 12 to 16 നിൽക്കും. ഇതാണ് സാധാരണ നമ്മളുടെ റെസ്പിറേറ്ററി റേറ്റ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കീവേഡ്സ് ആണ്. രണ്ട് പ്രധാന കീവേഡ്സ് ഉണ്ട്. ആദ്യത്തേത് വെന്റിലേഷൻ എന്നാണ്. വെന്റിലേഷൻ എന്നൊരു വാക്കുണ്ട്. രണ്ടാമത്തെ വാക്ക് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ഇൻ ദ പ്യൂർ സെൻസ് ആണ് ഞാൻ പറയാം. റെസ്പിറേഷൻ ആൻഡ് വെന്റിലേഷൻ. വാട്ട് ഈസ് വെന്റിലേഷൻ? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ലങ്സിൽ ഇവിടെ എയർ എത്തുന്നതിനെയാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇത് ലങ്സ് ആണ്. ഈ ലങ്സിലേക്ക് എയർ എത്തുക, അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലങ്സ്. അതാണ് വെന്റിലേഷൻ. മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലങ്. അകത്തേക്കും പുറത്തേക്കും, ലങ്സിന്റെ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിനാണ് നമ്മൾ വെന്റിലേഷൻ. അതിന് നമ്മൾ വേറെ വാക്ക് ഉപയോഗിക്കും, ബ്രീത്തിങ് ഇൻ എന്ന് പറയും. അതിനെ നമ്മൾ ഇൻഹലേഷൻ എന്ന് വിളിക്കും. ബ്രീത്തിങ് ഔട്ട് ആണെങ്കിൽ നമ്മൾ എക്സ്ഹലേഷൻ എന്നാണ് പറയുന്നത്. ഇൻഫ്ലോ ഓഫ് എയർ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് എയർ. ആൻഡ് ഇൻഹലേഷൻ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യുക, ആക്റ്റീവ് പ്രോസസ് ആണ്, നമ്മൾ വലിക്കുകയാണ്. എക്സലേഷൻ അങ്ങനെയല്ല, അത് റീകോയിൽ, തിരിച്ച് ലങ്സ് പഴയ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും. ഇറ്റ് ഇസ് എ പാസീവ് പ്രോസസ്. ഇതാണ് വെന്റിലേഷൻ. ഈ വെന്റിലേഷന് റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ എല്ലാ ഭാഗമൊന്നും ആവശ്യമില്ല. റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മതി. ആ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുക കണ്ടക്ടിങ് സോൺ എന്നാണ്. കണ്ടക്ടിങ് സോൺ. കണ്ടക്ടിങ് സോൺ ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് വെന്റിലേഷൻ നടത്തുക. വെന്റിലേഷൻ ഈസ് ബൈ കണ്ടക്ടിങ് സോൺ. ഏകദേശം ഒരു മിനിറ്റിൽ 6 ലിറ്റർ 6000 ml ഓഫ് എയർ ആണ് ഈ ലങ്സ് തൊട്ട് ഇവിടം വരെ, മൂക്ക് വരെ എത്തുക, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എത്തിക്കുക. ഇനി രണ്ടാമത്തെ വാക്ക് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ റെസ്പിറേഷൻ. മറ്റേത് എയർ എത്തിക്കൽ മാത്രമേ ഉള്ളൂ, അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ഇല്ല. ഇത് പറയാൻ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റെസ്പിറേഷൻ, എന്തെല്ലാം തരം റെസ്പിറേഷൻ ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. റെസ്പിറേഷൻ 2 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഒന്ന് നടക്കുന്നത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലങ്സിലാണ്. ലങ്സിൽ റെസ്പിറേഷൻ നടക്കും. ഇവിടെ എന്താ ചെയ്യുക? അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഇതിലേക്ക് കൂടി ഇങ്ങനെ വലിച്ചെടുക്കുന്നു. ഓക്സിജൻ ലങ്സിലെത്തി അവയുടെ ആൽവിയോളായി, ഇവിടെയുള്ള ആൽവിയോളയിലൂടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിലേക്ക് എത്തുന്നു. രക്തത്തിലുള്ള ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന് പകരം ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ലങ്സിലേക്ക് വിടും. ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ആൽവിയോളായി ഇൻ ദ ലങ്സ്. ഇതിനെ നമ്മൾ വിളിക്കുക എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്നാണ്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്നാണ് ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക. ലങ്സിൽ വെച്ച് നടക്കുന്ന റെസ്പിറേഷനെ നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കും. ഈ എക്സ്ചേഞ്ച് നടക്കുന്ന ലങ്സിന്റെ ഭാഗങ്ങളെ നമ്മൾ റെസ്പിറേറ്ററി സോൺ എന്നാണ് വിളിക്കുക. റെസ്പിറേറ്ററി സോൺ. അപ്പൊ ലങ്സിൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഒരു കണ്ടക്ടിങ് സോൺ ഉണ്ട്, ഒരു റെസ്പിറേറ്ററി സോൺ ഉണ്ട്. റെസ്പിറേറ്ററി സോണിലാണ് റെസ്പിറേഷൻ നടക്കുക. റെസ്പിറേറ്ററി
റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് നടക്കാത്ത ഭാഗങ്ങളെ നമ്മൾ കണ്ടക്ടിങ് സോൺ എന്ന് വിളിക്കും. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗങ്ങളെ നമ്മൾ റെസ്പിറേറ്ററി സോൺ എന്നും വിളിക്കും. ഇനി രണ്ടാമത്തെ റെസ്പിറേഷൻ ഇവിടെ നിന്ന് ഹീമോഗ്ലോബിനിലേക്ക് കയറിയ ഓക്സിജൻ സെൽസിലേക്ക് എല്ലാം എത്തുന്നു അല്ലെ, ശരീരത്തിന്റെ എല്ലാ സെൽസുകളിലും. അതിനെ അവിടെ നടക്കുന്ന എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ റെസ്പിറേഷൻ അവിടെ നടക്കുകയാണെങ്കിൽ സെല്ലിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന റെസ്പിറേഷൻ നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ ഓർ സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് വിളിക്കുക. സെൽസിനകത്ത് നടക്കുന്ന, അത് നിങ്ങൾ ബയോകെമിസ്ട്രിയിലൊക്കെ പഠിക്കും. ഇവിടെ നമ്മൾ കുറച്ച് പറയും. ദെൻ ഓക്സിജൻ സെല്ലിനകത്ത് എത്തിയിട്ട് ബയോകെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കും മൈറ്റോകോൺട്രിയൽ റെസ്പിറേറ്ററി ചെയിൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന, അത് അകത്ത റെസ്പിറേഷൻ ആണ്. അവിടെയാണ് ശരിക്കും ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഇന്റേണൽ റെസ്പിറേഷൻ എങ്ങനെയായിരുന്നു എക്സ്ചേഞ്ച് ഈസ് ബിറ്റ്വീൻ ദ ബ്ലഡ് തന്നെയാണ്. ഇവിടെയും ബ്ലഡ് ആയിരുന്നു. ബ്ലഡ് ആൻഡ് സെൽസ് ഓഫ് അവർ ബോഡി, നമ്മുടെ സെല്ലുമായിട്ടാണെങ്കിൽ അതിനെ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കും. ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ലങ്സ് ആണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് വിളിക്കും. സോ എക്സ്റ്റേണൽ റെസ്പിറേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ alveoli of the lungs and blood, while the internal respiration is the exchange of gases that take place between the blood and tissues or cells of our body. So ഇതാണ് അൾട്ടിമേറ്റ്. നമുക്ക് ഈ റെസ്പിറേറ്ററി സിസ്റ്റം എല്ലാം പഠിക്കേണ്ടത്, സ്ട്രക്ചർ എല്ലാം പഠിക്കേണ്ടത് ഈ എക്സ്റ്റേണൽ റെസ്പിറേഷൻ വരെ നടക്കുന്ന ഭാഗങ്ങളിലാണ്. നമുക്ക് ഇവിടം വരെയാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് നമ്മൾ പഠിക്കുക. ബാക്കിയെല്ലാം ബ്ലഡിലെത്തിയിട്ട് പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ്. സോ റെസ്പിറേഷൻ നമ്മളിവിടെ പഠിക്കുക is the process by which oxygen we takes in and carbon dioxide we goes out. So ultimately ഞാൻ റെസ്പിറേഷൻ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഓക്സിജൻ ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്കൺ ഔട്ട് ബൈ ലങ്സിൽ നടക്കുന്ന കാര്യമായിട്ടാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. റെസ്പിറേഷനെ പറ്റി ഒരു ധാരണ നമുക്കുണ്ട്. സോ ഇനി നമുക്ക് വാട്ട് ആർ ദ ഫങ്ഷൻസ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് കൂടി ഒന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് വിടുന്നു. ഒന്ന് റെസ്പിറേഷൻ തന്നെയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ഈസ് റെസ്പിറേഷൻ മീൻസ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞൊക്കെ ഒന്ന് സ്മോൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഓക്കെ. അത് ഓക്സിജൻ എടുക്കുക, ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊടുക്കുക. ഇതാണ് അവിടെ നടക്കുക. ബ്ലഡിലേക്ക് ഓക്സിജൻ ടു ദ ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബ്ലഡ് ടു എയർ, ഫ്രം എയറിൽ നിന്ന് ഓക്സിജൻ എടുക്കുക, ബ്ലഡിൽ എത്തിക്കുക, ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എത്തിക്കുക. അതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ വെച്ച് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ദെൻ മൈക്രോ ഓർഗാനിസം ഒക്കെ ഉണ്ടെങ്കിൽ കൊല്ലുന്നുണ്ട്, ദെൻ അവിടെ വെച്ചിട്ട് ഹ്യൂമിഡിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി രണ്ടാമത്തത് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ബ്ലഡിന്റെ pH വിൽ ബി റെഗുലേറ്റഡ്. pH റെഗുലേഷൻ കൂടി നടക്കുന്നുണ്ട്. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കിടക്കുമ്പോൾ കാർബോണിക് ആസിഡ് ആയിട്ടായിരിക്കും, ആസിഡിറ്റി കൂടുതലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് പോകുമ്പോഴത്തേക്കും ആ ആസിഡിറ്റി കുറയും, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ബ്ലഡ് pH റെഗുലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബൈകാർബണേറ്റ് എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. മൂന്നാമത്തെ ഫംഗ്ഷൻ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷനും ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ്. ദെൻ ഇതിനൊപ്പം തന്നെ വാട്ടർ ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ ബാലൻസ് ഓഫ് അവർ ബോഡി ഈസ് ഓൾസോ ബീൻ ഡൺ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, ഇതെല്ലാം റെസ്പിറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നോൺ റെസ്പിറേറ്ററി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒന്നാമത്തെ നമുക്ക് പറയാനുള്ളത് ഓൾഫാക്ഷൻ ആണ്. ഓൾഫാക്ഷൻ എന്ന് വെച്ചാൽ സ്മെൽ അറിയുക. സ്മെൽ അല്ലെ, പ്രധാനപ്പെട്ട ഒരു ഇതാണ്, സെൻസാണ് സ്മെൽ എന്ന് പറയുക. സോ അതറിയുക. മൂക്കിലെ ഓൾഫാക്ടറി എപ്പിത്തീലിയം ആണ് ഇത് ചെയ്യുക. ഓൾഫാക്ടറി എപ്പിത്തീലിയം ഉള്ള സെൽസ് കെമിക്കൽ സ്റ്റിമുലസിനെ മൂക്കിൽ വെച്ച് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് സ്മെൽ അറിയാൻ പറ്റും. രണ്ടാമത്തേത് നമുക്ക് പറയാം സൗണ്ട് ഉണ്ടാക്കലാണ്. സൗണ്ട്, പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്, വോക്കലൈസേഷൻ എന്ന് നമുക്ക് തന്നെ പറയാം. വോക്കലൈസേഷൻ, ശബ്ദം ഉണ്ടാക്കാൻ, ആൾക്കാരായിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് ലാരിങ്സ് വേണം. സോ ലാരിങ്സ് ബിലോങ്സ് ടു റെസ്പിറേറ്ററി സിസ്റ്റം. മൂന്നാമത്തെ ബോഡി ഡിഫെൻസ്. ഒരുവിധം എല്ലാ മൈക്രോ ഓർഗാനിസവും നമുക്ക് എപ്പോഴും വരുന്നത് മൂക്കിൽ ജലദോഷവും തുമ്മലും ഒക്കെയാണ്. ബിക്കോസ് ഇറ്റ്സ് എക്സ്റ്റേണൽ, പുറത്ത് ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിരിക്കുകയാണ്. മാത്രമല്ല മൂക്കി കൂടി വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അവിടെ ധാരാളം മാക്രോഫേജസ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ദെൻ തുമ്മൽ, ചുമക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ദെൻ മ്യൂക്കസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സീലിയ എല്ലാം വെരി ഇമ്പോർട്ടന്റ് ഇൻ ഡിഫെൻസ്. ഇനി നാലാമത്തെ എക്സ്ക്രീഷനിലും ചെറുതായിട്ട് റോൾ ഉണ്ട്. പല മരുന്നുകളും, ഉദാഹരണത്തിന് ആൽക്കഹോൾ മൂക്കിലൂടെ അല്ലെങ്കിൽ ലങ്സിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. ദെൻ പല മരുന്നുകളും മൂക്കിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. സോ അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് അനാറ്റമിയാണ്. അനാറ്റമിയിൽ ഈ ഓർഗൻസ് തൊട്ട് മൂക്ക് തൊട്ട് അടുത്ത ഭാഗങ്ങൾ, ഫാരിങ്സ് എന്താണ്, ലാരിങ്സ് എന്താണ്, ട്രക്കിയ, ബ്രോങ്കിയൽ, ലങ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.